എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തേട്ടാ പറഞ്ഞു? അത് പിന്നെ അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു. കാർത്തീനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചതാ. പോവാൻ നേരത്തെ പറഞ്ഞാൽ മതി, ഞാൻ വീട്ടിട്ടാക്കി തരാം. അല്ലേട്ടാ, ഞാൻ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞ് പൊക്കോളാം. അന്ന് അമ്മായിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. അല്ല എടാ, നീ പോക്കോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റൂല, അതാ. അല്ലേട്ടാ, അത് കുഴപ്പമില്ല. ഞാനിവിടെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. എടാ, ഒന്നാമത്തെ കാര്യം അവർ രണ്ടുപേരും പ്രഗ്നൻ്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് അവരെ കൂടുതൽ കെയർ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റൂല, അതാ പറഞ്ഞേ. 2 പേരോ? കിച്ചു, നീ അത് പറഞ്ഞില്ല? ഏട്ടാ, ഞാനത് പറയാൻ വിട്ടുപോയി. അത് കുഞ്ഞ് പ്രഗ്നൻ്റ് ആണേ. അവളോ? അവള് തന്നെ. അല്ലേട്ടാ, പെട്ടെന്ന് എന്തെന്ന്? അതൊന്നുമില്ല. കൺഗ്രാറ്റ്സ്. താങ്ക് യു. കുഞ്ഞ് എവിടെടാ? അവൾ ഉറക്കം. പിന്നെ ഇന്നലത്തെ കഴിച്ചിലും മഴക്കൊക്കെ എവിടെ വരെയായി? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. എന്തോ എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം. അതിന് ഞാനത് ചോദിച്ചില്ലല്ലോ. ദേ, ഇങ്ങോട്ടുണ്ടാക്കല്ലേ. ഞാനെന്നാ പോട്ടെ. എന്നെ വേറെ ഇവിടെ നോക്കിയിരിക്കും. ഐശേ, എടാ പയ്യെ പോടാ. ഇറക്കാം. അവിടെ അതിനും പോയി തലയടിച്ച് വീഴു നീ. എന്താ? ഒന്നുമില്ല. എന്തേ പേടിച്ചോ? ഞാൻ പേടിച്ചൊന്നുമില്ല. എന്തുവാ ഏട്ടാ? കുളിച്ചാ നീ? എന്താ, കുളിക്കണ്ടായിരുന്നു? വേണ്ടായിരുന്നു, നമുക്ക് ഒരുമിച്ച് കുളിക്കാറുന്നല്ലോ. എന്തോന്ന്? ഒരുമിച്ച് കുളിക്കായിരുന്നല്ലോന്ന്. ഇപ്പം ഞാൻ കുളിച്ച് പോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ഒരു ദിവസം 2 പ്രാവശ്യം കുളിച്ചെന്ന് വെച്ച് ചത്തൊന്നും പോകത്തില്ല. ഏട്ടാ വേണ്ട, ഞാൻ പോവാ. നിക്കടി അവിടെ. ഏട്ടാ, നിനക്കെന്താ എന്നോട് മിണ്ടാൻ ഇത്ര ജേടാ? ആർക്ക് ജാട? എനിക്ക് ജാടൊന്നുമില്ല. ഓഹോ, അപ്പൊ ജാടയില്ലെന്ന് ഉറപ്പാണോ? എനിക്ക് ജാടയില്ലെന്ന് പറഞ്ഞാ ഇല്ല. ഉറപ്പാണ്? ആന്ന്. എങ്കിൽ പിന്നെ എനിക്കൊരു ഉമ്മ താ. എന്റെ ദേവി, എന്ത് തരാൻ? ഉമ്മ തരാൻ, ഐ മീൻ കിസ്. കിസ്സോ? അത് ഞാൻ തരണോ? അയ്യോ, ഇതുവരെ ഇടം തരാത്തവരെ മര്യാദയ്ക്ക് താടിപ്പില്ലേ? തരത്തില്ല. അതെന്താടി നിനക്ക് തന്ന? ഞാൻ തരില്ല എന്ന് പറഞ്ഞാ തരില്ല. എന്താന്ന് നിനക്ക് തന്ന? എനിക്ക് സൗകര്യമില്ല. ഓ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? ആയിക്കോട്ടെ. How was it? കൊള്ളായിരുന്നു. ഞാൻ ഇനി പോകട്ടെ? വേണ്ട. എന്നാന്ന്? പോവേണ്ടാന്ന്. അയ്യടാ, പള്ളി പോയി പറഞ്ഞാ മതി, ഞാൻ പോവും. ഡീ പെണ്ണേ. എന്തുവാട്ടെ? പ്രഗ്നന്റ് ആന്നുള്ള കാര്യം നീ നിന്റെ വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇല്ല. അതെന്താ നീ പറഞ്ഞു? നീ നേരത്തെ അറിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഞാൻ നേരത്തെ അറിഞ്ഞതാ. പക്ഷേ ഈ കാര്യം എനിക്ക് ഏട്ടനോട് പറയണമെന്ന് തോന്നി. എങ്കിൽ നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞോളൂല്ലേ കാര്യം? അത് വേണ്ട ഏട്ടാ, ഏട്ടൻ വിളിച്ച് പറഞ്ഞു. അതെന്താ നീ വിളിച്ച് പറയാത്ത? ഏട്ടാ, എന്തുവാ? അത് ഏട്ടൻ തന്നെ വിളിച്ച് പറഞ്ഞു. പറയത്തില്ല. എന്തുവാന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞെന്ന് വെച്ചപ്പോ എന്തോ പറ്റുന്നേ? ഐശി, നീ എന്തോന്ന് കൊഞ്ച് സംസാരിക്കുന്ന? ഇത്രയും വലുതായില്ലേ എന്നിട്ട്? പോടോട്ടി, താൻ എൻ്റെ അടുത്ത് മിണ്ടണ്ട. ഞാനും അങ്ങോട്ട് മിണ്ടുന്നില്ല. അച്ചടാ, എന്റെ കൊച്ചു പിണങ്ങിയോ? എടി, നീ ശരിക്കും പിണങ്ങിയ? ശരി, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എടി, നിനക്ക് എന്താടി? എന്റെ പൊന്നു മോളെ ഇങ്ങനെ നോക്കടി, ഞാനിപ്പോ ഉരുക്കി വീഴൂ. എന്റെ പൊന്നു പെണ്ണൊന്ന് നിർത്ത്. ഞാൻ വിളിച്ച് പറയാം, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. സത്യം. താൻ ഇനി ആരുടെ അടുത്ത് ഒന്നും പറയണ്ട, ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം. ശരി. പക്ഷെ നീ എൻ്റെ അടുത്ത് മിണ്ടുവോ? ഇല്ല. ഇല്ല? ഇല്ല, മിണ്ടൂല. എങ്കിൽ പിന്നെ നിന്റെ വഴക്ക് മാറ്റിയിട്ട് തന്നെ കാര്യം. മുഞ്ചി ഏട്ടാ. അല്ല, ഞാൻ മിണ്ടൂന്നാ പറഞ്ഞത്. പറഞ്ഞപ്പോ മാറിപ്പോയതാ. ആണോ? അതെ, എന്ത് ചെയ്യാൻ എന്നെ നാക്ക് തിരിയാത്ത? ശരി, പക്ഷെ ഞാൻ എന്താണ്ടൊക്കെ പ്രതീക്ഷിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ പോവാ. ടാറ്റ. ഹലോ അമ്മ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചാ. എന്താ? അത് കുഞ്ഞിന്റെ പ്രഗ്നന്റ് ആണ്. ഇന്നലെ രാത്രി ഛർദിയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ, അപ്പോഴാ അറിഞ്ഞേ. ഹലോ അമ്മ, കേൾക്കുന്നില്ലേ? ഇല്ല, കേൾക്കുന്നുണ്ട്. ഞാനത് എന്തൊക്കെയോ ആലോചിച്ച് പോയതാ. എന്തൊക്കെയാലും അച്ഛൻ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വരാം. അമ്മ. അവളെവിടെ? അവള് താഴെ ഫുഡ് കഴിക്കുക. എങ്കിൽ ശരി, ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് വരാം. അമ്മ ശരി, എന്നാ വെച്ചോ.
നിങ്ങളൊന്ന് വേഗം വരുന്നുണ്ട്, അവിടെ ഇരുന്ന് തത്തി കളിച്ച് നടക്കുക. നീ ഒന്ന് പിടയ്ക്കാണ്ടിരുന്നു, എന്റെ വണ്ടിയുടെ താക്കോല് കാണുന്നില്ല. അയ്യോ, ഈ അരണേനെ കൊണ്ട് വേഗം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വാ. ഇത് എവിടെ പോവാ? അത് കുഞ്ഞാറ്റയില്ലേ, അവള് പ്രഗ്നന്റ് ആണെന്ന് ഇപ്പതേ കിച്ചു വിളിച്ച് പറഞ്ഞത്. ഇപ്പോഴേലും ആയല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആവാറല്ലേ. ഞാനല്ലേ ചോദിക്കാനിരിക്കുകയായിരുന്നു ആർക്കാ കുഴപ്പമെന്ന്. അത് അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നോ? അപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് കാണിച്ച്? നമ്മുടെ സിന്ധുവിൻ്റെ മരുമോളില്ലേ, അവള് 2 വർഷമായിട്ട് ഇതുവരെയായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടില്ല. അവളവിടെ ചെല്ലുമ്പോൾ എപ്പോഴും ചോദിക്കും ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഏത് ഹോസ്പിറ്റലാണ്? എൻ്റെ പൊന്നുരമ ഒന്ന് നിർത്തുന്നു. ഇത് നീ എന്തുവാണ് എല്ലായിടത്തും പോയി ഇത് തന്നെയാണ് ചോദിക്കുന്നത്? അല്ലടി, അത് പിന്നെ ഒന്ന് സഹായിക്കാൻ. എന്തുവാടെ നീ പറയുന്നത്? നീ ഇങ്ങനെയാണോ സഹായിക്കുന്നത്? എൻ്റെ കൊച്ചിനൊരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ തന്നെ നീ ഇടപെടേണ്ട ആവശ്യമില്ല. നമുക്ക് പോവാം. പിന്നെ അവള് പറയാൻ കൊള്ളാവുന്ന വർത്താനാണോ പറയുന്നത്? എന്റെ പൊന്നു മോളെ, നീ ഒന്ന് അടങ്ങ്, എന്നെ കൊണ്ട് പറ്റില്ല അവരുടെ വാഹനം ചീത്തേക്കാൻ. കിഴങ്ങ്, ഞാനുണ്ടല്ലോ വില വിളിച്ച് പറഞ്ഞാൽ കൂടിപ്പോ. കുഞ്ഞാവേ, എടി എങ്ങനെയുണ്ട് ഇപ്പോൾ? ഓക്കെ അല്ലേ? ഛർദിയൊക്കെ മാറിയോ? എൻ്റെ അമ്മ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഫുള്ളി ഓക്കെയാണ്. അതെ, രാവിലെ തൊട്ട് ഇതുവരെ അവള് മര്യാദയ്ക്ക് ഒരു സാധനം കഴിച്ചിട്ടില്ല, ഛർദിക്കാൻ വരണമെന്ന് പറഞ്ഞ്. കഴിച്ചില്ലേടി നീ ഒന്നും? ചുമ്മാ പറയുന്ന അമ്മ, ഞാൻ കഴിച്ചതാ. അവൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല അമ്മായി, അവൾക്ക് കൊടുത്ത ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കണ്ടായില്ല അമ്മ. അത് പിന്നെ എനിക്ക് ഫുഡ് കാണുമ്പോൾ എന്തോ പോലെ തോന്നും, അതാ. എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാണ്ടിരുന്ന എങ്ങനെയാ ശരിയാവുന്നത്? ഗുളിക കഴിക്കണ്ടല്ലേ അമ്മ? ചൂടാവണ്ട, ഞാൻ കഴിച്ചോളാം ഇനി. ശരി. അച്ഛനെവിടെ അമ്മ? ഞാൻ ഇവിടെ ഉണ്ട്. ഓഹോ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്ത? അത് പിന്നെ എനിക്ക് ഇച്ചിരി തിരക്കായി പോയിട്ട്. പിന്നെ പിന്നെ ഒരു തിരക്ക് വന്നേക്കണം, എന്നാ പിന്നെ തിരിച്ചു വിളിച്ചൂടെ? ഇനി വിളിക്കുമ്പോ ഞാൻ തിരിച്ചു വിളിച്ചാ പോരെ, നീ ഒന്ന് അടങ്ങ്. അങ്ങനെ ആയാ കൊള്ളാം. അമ്മായി എന്തെങ്ങനെ മിണ്ടാതിരിക്കുന്നേ? കുഞ്ഞി. എന്താ അമ്മ, നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നേരത്തെ അറിയായിരുന്നോ? എടി, ഞാൻ നിന്റെ അടുത്താ ചോദിക്കുന്ന. എനിക്ക് അറിയായിരുന്നു. എന്നിട്ടാണോടി നീ കൈ മുറിക്കാൻ നടന്നത്? അമ്മ, എടി മോളെ, നിനക്കെന്തിനെ പറ്റിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അതിന് എനിക്കിപ്പോ ഒന്നും പറ്റിയില്ലല്ലോ. നിനക്കൊന്നും പറ്റിയില്ല, പറ്റിയായിരുന്നെങ്കിലോ എന്നാ ഞാൻ ചോദിച്ചത്. അമ്മ ഒന്നും മിണ്ടാതെ കേട്ട നിൽക്കുന്നു. അതിന് നീ ഇത് എത്ര നാളിങ്ങനെ മറച്ചു വെക്കും? എന്തൊക്കെയാ ഒരു ദിവസം അവനതൊക്കെ അറിയില്ലേ? എന്താ കുഞ്ഞ്, എന്താടി പ്രശ്നം? എന്തുവാ അമ്മായി? വേണ്ട, അത് വിട്, വെറുതെ പ്രശ്നത്തിനെ കണ്ട. ഞാൻ ഓരോ പ്രശ്നത്തിനും പോകുന്നില്ല, ഞാൻ അവളോട് ഒന്നാ ചോദിക്കണുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയായിരുന്നെങ്കിലോ? ആരെങ്കിലും ഒന്ന് പറയൂ എന്താ പ്രശ്നം? ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? എനിക്ക് വേണ്ടി ചാവാൻ മാത്രം ഞാൻ ആരടി പുല്ലേ? നിന്റെ ജീവനേക്കാളും നമ്മുടെ കുഞ്ഞിനേക്കാളും വലുതായിരുന്നു നിനക്ക് ഞാൻ. പറയുന്നേ, നീ എന്തിനാ ഇതൊക്കെ ചെയ്തേന്ന്? ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യണ്ടേ? എനിക്ക് ആരും ഇല്ലെന്ന് തോന്നിയപ്പോഴല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഈ കാര്യം പറയാൻ തന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചതാ. താൻ ഫോൺ എടുത്തോ? കുഞ്ഞി, ആ കോളൊന്നും എടുത്ത് എന്നോട് സംസാരിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യൂലായിരുന്നല്ലോ. സോറി, എന്റെ മിസ്റ്റേക്കാ. പെട്ടെന്ന് ഞാനൊരു മനുഷ്യൻ തന്നെയാ, എനിക്ക് സഹിക്കണേൽ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഏട്ടനൊരു കാര്യം അറിയൂ, ഈ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും എന്നെ ചീത്ത പറയാൻ 100 നാവാ. എനിക്ക് ആ സമയത്ത് ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നൊന്നും ആലോചിച്ച് നോക്കുന്നില്ലാരും. ഞാൻ കണ്ടായിരുന്നു ഏട്ടൻ അവളെയും കൂടി പുറത്ത് പോയത്. അന്നേരം ഞാൻ വിളിച്ചു നോക്കുകയും ചെയ്തു. എന്നെ മുന്നിൽ വെച്ചാ ഏട്ടൻ എൻ്റെ കോള് കട്ട് ചെയ്തത്. അതൊക്കെ കണ്ടിട്ട് ഞാൻ എത്ര നേരം സഹിച്ചു പിടിച്ച് നിൽക്കും? എന്നെ ഏട്ടനൊന്നും മിണ്ടാത്ത. ഞാൻ ചോദിക്കണതിനുള്ള മറുപടി പറ. ഏട്ടാ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കുവോ? ഇല്ല, പറ്റൂല, എനിക്ക് തിരക്കുണ്ട്, നേരത്തെ പോണം. ഇത് എന്തു ഏട്ടാ ഈ പറയുന്നത്? എനിക്ക് കാണണ്ടേ വാവേനെ? നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വന്നിട്ട് വൈകിട്ട് കൊണ്ടുപോവാ. പറ്റൂല, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഏട്ടൻ വൈകിട്ട് വരുമ്പോ കാല് മാറും. നടക്കൂല മോളെ, നീ വല്ലയിടത്തും പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. എന്ത് നടക്കൂലെന്ന്? ഏട്ടന് പോകുമ്പോ എന്നെ ഒന്ന് അവിടെ ആക്കിയാ പോരെ? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാടി, ഞാനും വരാം. ഏട്ടാ, ഞാൻ മാറ്റി പറയുന്ന വിചാരിക്കണ്ടേ, എനിക്ക് പോണെന്ന് പറഞ്ഞാ പോണം. കുഞ്ഞേടി, ഞാനും വരാം വൈകുന്നേരം, നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? ഏട്ടനെ കൊണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പൈസ താ, ഞാൻ പൊക്കോളാം തന്നെ. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അകത്ത് പോയിരിക്കും, ഞാൻ വന്നിട്ട് കൊണ്ടുപോവാ. നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പോവാം, നമുക്ക് ഒരുമിച്ച് പോവാം. സമാധാനപ്പെട്. തന്നോട് ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞില്ല എനിക്ക് പോണെന്ന്. തന്റെ തലയ്ക്കകത്ത് കേറുന്നില്ല. ഞാൻ സമ്മതിക്കൂല, എനിക്കിപ്പോ പോണം, എനിക്ക് വാവനെ കാണണം. കുഞ്ഞി,
പതിയെ പതിയെ BP കൂടും. താൻ പോടെ കാലം വേണം അങ്ങനെ ഒരു BP. മര്യാദക്ക് എനിക്ക് കാശ് താ, എനിക്ക് പോണം. ഓഹോ, എന്നാ പോയി എടുത്തോടി നീ. ഓഹോ അങ്ങനെയാണോ, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഡി പൈസ എടുക്കണ നീ. ഇത് എന്തോ ഏട്ടനെ കളിയാക്കണോ? ഓ എന്റെ കൊച്ചു പോയി വണ്ടി കയറി, ഞാൻ കൊണ്ടാക്കാം. താങ്ക്സ്. അയ്യോ എന്റെ കൊച്ചു അത്ര കടന്ന കയ്യിലേക്കൊന്നും പോകണ്ട, അകത്ത് കയറി പോക്കോ, ഞാൻ വൈകുന്നേരം വരാം. ഓക്കെ ഏട്ടാ, ലവ് യു, ബൈ. കൊച്ചുമ്മ. ഓ ഇത് എവിടെയായിരുന്നു? ഞാൻ ഏട്ടൻ കുറച്ച് തിരക്കായിരുന്നു, അതാ വരാണ്ടിരുന്നേ. കുഞ്ഞാവെന്തി? ഇതിപ്പോ കിടന്നുറങ്ങിയോളൂ. കുറച്ച് നേരത്തെയും കൂടി വന്നായിരുന്നെങ്കിൽ കരച്ചിലും പിടിച്ചിലും കാണായിരുന്നു. അച്ചോ എന്റെ കുഞ്ഞിപ്പെണ്ണേ. പിന്നെ ഈ വാവ എന്ത് പറയുന്നു? എന്തു പറയാൻ, ചവിട്ടും തൊഴിയൊക്കെ തന്നെ. രാത്രി കിടത്തി ഉറക്കൂല. സ്നേഹം കൊണ്ടാ. എന്റെ കൊച്ചിനെ സ്നേഹം ഒരു പടി മുന്നിലെന്ന് തോന്നുന്നു. അതല്ലേ നല്ലത്. ഉറങ്ങാണ്ടിരുന്ന് എന്റെ 2 കണ്ണും തകർത്ത് വേദന എടുക്കും. അന്നേരം കാലമ്പാട് ഒന്നും മൈൻഡ് പോലും ചെയ്യൂല. അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. എനിക്കത് കാണുമ്പോൾ സങ്കടം വരും. ഓ സോ സാഡ്. അതേന്നേ കൊച്ചേ വാ, കുറെ നേരമായില്ല ഉറങ്ങുന്നു. ഞാനൊന്ന് ഉണർത്തിക്കോട്ടെ. അയ്യോ എന്റെ പൊന്നു മോളെ വേണ്ട, ഞാനൊന്ന് കുളിച്ചോട്ടെ, എന്നിട്ട് നീ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ശരി കൊച്ചി, വേഗം പോയി കുളിച്ചിട്ട് വാ. അയ്യോ ഞാൻ ഇറങ്ങാൻ നോക്കിക്കുവാർന്നോ? കൊച്ചേ ഞാൻ സത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതെ അതെ, ആ ചിരി കണ്ടാ അറിയാം. ഹലോ ഡിയർ വൈഫി, എന്താണ് ഇവിടെ പരിപാടി? ഇത് എന്നാ പറ്റിയെന്ന് ഇത്ര നേരത്തെ? കുറച്ചും കൂടി വൈകി വന്നാ പോരായിരുന്നോ? ഇന്നായിരുന്നു എല്ലാവർക്കും ചെലവ് കൊടുക്കുന്നത്. ചെലവൊക്കെ കൊടുത്തു വന്നപ്പോ ഇത്ര നേരായി. പിന്നെ എപ്പോഴും ഇങ്ങോട്ട് ഓടി വരുന്ന നടക്കുന്ന കാര്യമല്ലല്ലോ, നീ അങ്ങോട്ട് വരാമോ? അയ്യോ, എന്നിട്ട് വേണം ഞാൻ അവിടെ ബോറടിച്ചിരുന്ന തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പോവാ. കൊച്ചിൻ്റെ അടുത്ത് അങ്ങനെ കയറി കിടക്കല്ലേ, നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ. ആടി കുളിക്കാൻ ഞാൻ. സത്യം പറ, നിങ്ങൾ കുടിച്ചിട്ടില്ലേ? ഞാൻ മനസ്സാവാസ കർമ്മയോ? അറിയാത്ത കാര്യമാണ് നീ പറയണത്. ശരി, പോയി കുളിക്കാൻ നോക്ക്. ഓ പിന്നെന്നാ, പക്ഷേ എനിക്കൊരു മുത്തം തരുമോ? അയ്യാ കുഞ്ഞി. ഏട്ടാ കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോ? ഞാൻ നിന്നെ വിളിച്ചു ചോദിച്ചപ്പോ നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞോണ്ട് ഞാനൊന്നും മേടിച്ചില്ല. ഞാൻ പറഞ്ഞു എന്തിനാ മേടിക്കാണ്ടിരുന്നേ? നോക്കിയേ, ഞാൻ മര്യാദക്ക് വിളിച്ചു ചോദിച്ചല്ലേ എന്തേലും വേണോന്ന്. അതെ, പക്ഷെ എനിക്ക് അപ്പം ഒന്നും വേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ കഴിക്കാൻ തോന്നുവാ. ഇപ്പൊ ഇനി എന്തോ ചെയ്യാ? ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നാ സാരില്ല, പോട്ടെ. നമുക്ക് വാവയുടെ അടുത്ത് പോവാം. അതെ, എവിടേക്കാ? അമ്മ ഞാൻ അപ്പുറം പോവാമേ. നീ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. വന്നപ്പോ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണെന്താ? സന്ധ്യക്ക് പുറത്തിറങ്ങാൻ പാടില്ല. ഇവിടെ ഇരിക്കും. പിന്നെ ഇതുവരെയായിട്ട് ഒരു സാധനം മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാം, എടുത്ത് തിന്നാൻ നോക്ക്. അതൊക്കെ കഴിക്കാം. അമ്മ പ്ലീസ് അമ്മ, ഞാനിപ്പോൾ പോയിട്ട് ഞാൻ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകില്ല. സത്യം, ഞാനിവിടെ ഇത് മുറിച്ച് വെച്ചേക്കും, എടുത്ത് കഴിച്ചില്ലെങ്കിലാ. കഴിക്കും. ഇപ്പം ഞാനൊന്ന് പോട്ടെ, ഇപ്പം വരാം. ഹലോ ചേച്ചി, എന്താണ് ഇവിടെ പരിപാടി? ഫസ്റ്റ് പിന്നെ വന്നാ ഞാൻ ഇതേപോലെ കുറച്ച് തുണി മടക്കി വെക്കുവോ. കിച്ചൺ നീ എപ്പോ വന്നടാ? ഞാനും ഏട്ടനും ഒരുമിച്ചല്ല വന്നേ. ഏട്ടൻ എന്തിയെ? ആണോ? ഏട്ടൻ കുളിക്കുക. കൊച്ചവള് ഉറങ്ങുവാണോ? ഉറങ്ങുന്നല്ലേ, എണീറ്റ് കിടക്കണ. കുഞ്ഞി, ഞാൻ ഇത് കഴിക്കാനുള്ള എടുത്തിട്ടേ. അയ്യോ എനിക്കിപ്പോ വേണ്ട ഏട്ടാ. അയ്യോ എനിക്ക് വേണം ഏട്ടാ, ഞാൻ എടുത്തോണ്ട് വരാം. അവിടെ നിക്ക്. എന്തുവാ? അത് ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞ അമ്മ നടക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, അതെടുക്കാൻ പോയിക്കണം. കൊള്ളാലോ. ഓയ് കുഞ്ഞി, നിന്റെ കിട്ടിയോനെവിടെ? അതിപ്പോ അങ്ങ് അപ്പുറത്തോട്ട് പോയുള്ളൂ. ഇത് ഇപ്പൊ വരും. എന്ത് പറ്റി അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നു? അല്ലെങ്കിൽ പോണയാണല്ലോ. അത് പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഊഹ ശരിയാണെങ്കിലേ എൻ്റെ അമ്മ എന്നെ പുറത്തോട്ട് വിടില്ല. അതൊക്കെ നല്ലത് ഇവിടെ ഇരിക്കുന്ന. ഇന്നാ കൈക്ക്. ഇതെന്താണ് ഇത്ര? അത് പിന്നെ ഇപ്പൊ നിനക്ക് മാത്രമുള്ള ഫുഡ് പോരല്ലോ, വയറ്റിൽ ഒരാളും കൂടി ഇല്ലേ? അതെ, വയറ്റിൽ കിടക്കുന്ന മനുഷ്യ കുഞ്ഞ് തന്നെ, അതിന് ഇത്ര ഒന്നും വേണ്ട. ഇനി നോക്കി ദയിപ്പിക്കണ്ട, ഞാൻ കഴിച്ചോളാം. കൊച്ചാ വായൊന്ന് തുറക്കുവോ? എന്തിനാ? തുറക്കുന്ന കിച്ചു. ഒന്നുമില്ല, ഇവിടെ ചില കളത്തിലൊക്കെ നടക്കണമെന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം.
കൊച്ചുമ്മ എങ്ങനെയുണ്ടപ്പോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നീ പാറു ഇങ്ങ വന്നേ. ദേവാവയെ നോക്കി കിച്ചുവിനെ പോലെ തന്നെ ഇരിക്കുന്നു. അവന്റെ അതേ കണ്ണ്. അതെയല്ലേ, കുഞ്ഞിയുടെ ഒരു ചായ ഇല്ല. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് കിച്ചു. നിന്റെ സെയിം കോപ്പിനെ നീ ഉണ്ടാക്കി. ഇവൻ നീ തന്നെ. താങ്ക് യു. നോ മെൻഷൻ. എന്താടി പറ്റിയത് നിനക്ക്? ഒന്നുമില്ല. മര്യാദക്ക് കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ അവനെ എത്ര നാളുമ്പോ ചോന്നുകൊണ്ട് നടന്നു, എന്നിട്ട് എൻ്റെ ഒരു ചായ എന്നിട്ട് എന്ത് കഷ്ടാ. എന്തു ആടി എടി, ഞാനിതിപ്പോ എന്തെങ്കിലും ചെയ്തു. കുഴപ്പമില്ല, നമുക്ക് അടുത്തേല് നോക്കാം. അയ്യടാ, ആ പൂതി തന്നെ മനസ്സിൽ വെച്ചാ മതി. അയ്യോ അങ്ങനെ പറഞ്ഞോടാ, എൻ്റെ ലക്കി നമ്പർ 3. ഏട്ടത്തി അവളെവിടെ? നിധി എവിടെ? അവളെ ഏട്ടൻ്റെ കയ്യിലാടാ. ആഹാ, ഏട്ടനെന്തി? അത് അവിടെ എവിടെയെങ്കിലൊക്കെ കാണും. കുഞ്ഞെവിടെ? കുഞ്ഞ് പൊക്കത്താടാ, സാരി എടുക്കുക. അത് രാവിലെ തൊട്ട് തുടങ്ങിയതല്ല, ഇതുവരെയായിട്ട് തീർന്നില്ലേ? എടാ, അതിനെ അവക്ക് ഉടുക്കാനറിയില്ല. ഓരോരുത്തർ വിളിച്ച് ഉടുപ്പിച്ചോണ്ടിരിക്കും. ഇഷ്ടപ്പെടണ്ടേ? ഏറ്റവും എന്താ ഇപ്പൊ അമ്മായി കയറി പോയിട്ടുണ്ട്. എന്താവും അറിയാൻ പാടില്ല. അതേ, ഒന്ന് ഇങ്ങോട്ട് നോക്കോ, എങ്ങനെയുണ്ട്? വാ പൊളിച്ചു മുത്തേ. ഇത് എത്ര നേരം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് എന്തുവായിരുന്നു പണി? മര്യാദയ്ക്ക് ഉടുപ്പിക്കണ്ടേ? കുഞ്ഞി, നീ വല്ലാണ്ട് വണ്ണം വെച്ച്. ഞാൻ അങ്ങോട്ട് വന്നണ്ടല്ലോ. പിന്നെന്താ, കമോൺ. എടപ്പോടോ, ഇതിന്റെ താഴെ ഹീലാണ്. ഞാൻ ഇതിട്ടോണ്ട് തന്റെ പുറകെ ഓടിക്കഴിഞ്ഞ വല്ലടത്ത് ഉരുന്ന് കുത്തി വീഴും. എന്നെ കൊണ്ട് പറ്റൂല. പൊക്കില്ലായ്മ ഒരു കുറ്റല്ല കുഞ്ഞി. നിശാലേട്ടാ, തിരക്കില്ലെങ്കിൽ എൻ്റെ അടുത്തൊന്നും വരും. എനിക്കൊരു കാര്യം പറയാൻ. ഇപ്പൊ തന്നെ പൊക്കോ. പറ്റില്ല കുഞ്ഞി, മിണ്ടാതിരിക്കും. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പട്ടി. അതെന്തുവായത്? പട്ടി തന്നെ നേർച്ചിട്ട. അവൾ ആരാ? അവളല്ലല്ലോ കൊച്ചിൻ്റെ തള്ള, ഞാനല്ലേ. അവൾ കാണിക്കണേ ഞാൻ അങ്ങനെ ഭാര്യയൊന്നും തോന്നൂല. എൻ്റെ കൊച്ചിൻ്റെ നൂല് കെട്ടിന് അവളെ വിളിക്കേണ്ട ആവശ്യം എന്തുവാ? അല്ലേലും അവൾക്ക് വന്ന് കയറിയപ്പോൾ തൊട്ടുള്ളതാ. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്ത് ചെയ്യാൻ പറ്റൂലെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിൽക്കും, ഞാനിപ്പോൾ വരാം. കുഞ്ഞാവ ഇതേ കൊച്ചിനെ പിടിച്ച്. അവൻ ഉറങ്ങി. എനിക്കിത് അവിടെ കുറെ പണിയുണ്ട്. ഇവനെടുത്തോണ്ട് നടന്നാൽ നടക്കൂല. കൊച്ചിനെ ഇങ്ങനെ തന്നിട്ട് പോ, ഞാൻ പിടിക്കാം. എന്തിനാ അതിനെ കൊണ്ട് നടക്കുന്നത്? അത് കുഴപ്പമില്ല, എനിക്ക് അവനെ കൊണ്ട് ഒരു ആവശ്യമുണ്ട്. അയ്യോ, എൻ്റെ കൊച്ചവിടെ. ഏട്ടാ, എനിക്കറിയാം പറയുന്നത് തെറ്റാന്ന്. പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏട്ടാ, ഞാനത് എനിക്ക് ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം ഏട്ടൻ മാരീഡാണ്. ഇപ്പോൾ ഒരു കുട്ടിയായി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏട്ടൻ മനസ്സിൽ വെക്കണ്ട. ഓഹോ, ഈ കൊച്ചിനെ പിടിച്ചേ. ഇത് എന്തോരം നേരമായിരുന്നല്ലോ ഇരുന്ന് കരയാണ്. ഇത് ഞാൻ മാത്രമായിട്ട് ഉണ്ടാക്കിയതല്ലോ, അതോ എനിക്ക് കാറ്റടിച്ചിട്ടുണ്ടായതോ? താൻ തന്നെ ഉണ്ടാക്കി തന്നല്ലേ. എന്നിട്ട് ഇപ്പം ഞാൻ പറയണില്ല. ഞാൻ ഇങ്ങോട്ട് വന്നേന്ന്. എന്നെ എൻ്റെ കൊച്ചിനെ പറ്റിയേ? തനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. തനിക്ക് നാണില്ല അവളുടെ വായി പോയി അവൾ എന്താ പറയുന്നത് കേട്ടോണ്ടിരിക്കാൻ? ഈ കൊച്ചിന്റെ മുഖത്തോട്ടൊന്ന് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയേ? അറ്റ്ലീസ്റ്റ് ഇത്തിരിയെങ്കിലും സ്നേഹം എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ താനിപ്പോൾ ഈ പരിപാടി പോയി കാണിക്കുമായിരുന്നോ? പറ, എനിക്കറിയണം. ഇപ്പോൾ വിളിച്ചപ്പോൾ ഓടിപ്പോണ്ടായിരുന്നല്ലോ. അവള് തന്നെ ആരാ? എന്തിനാ എൻ്റെ കൊച്ചിൻ്റെ പേരുള്ള ചടങ്ങിലൊക്കെ അവളെ കൊണ്ട് വിളിക്കുന്നത്? ഈ പെണ്ണത്. ഏട്ടാ, അയ്യോന്നാ ഞാൻ പോണേ. എനിക്ക് പറ്റൂലത് കണ്ടോണ്ടൊക്കെ. കൊച്ചേ, അല്ല, ഡോറ് ക്ലോസ് ഇല്ലായിരുന്നല്ലോ. അതാ ഞാൻ. അമ്മ വിളിക്കുന്നുണ്ട്, വരാൻ പറയാൻ വന്ന. ആ കൊച്ചതേ വരുക. പേര് വിളിക്കട്ടെ? വിളിച്ച ഇനി ആ പേര് പറ. ചെവിയിൽ ഇപ്പൊ പറഞ്ഞല്ലേ, എല്ലായിടത്തും പറ. ഓ അങ്ങനെ. പേര് നെറ്റ്വിക് എന്നാണേ. ഏട്ടാ, കൊച്ചിനെ കൊണ്ട് ഉറക്കട്ടെ, അല്ലെങ്കിൽ അവനിനി കുറച്ചു നേരം കഴിയുമ്പോഴത്തേലും കരച്ചിൽ തുടങ്ങും. ഉറങ്ങി. ഇന്നെങ്കിലും രാത്രി എണീക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. എനിക്കൊന്ന് കിടന്നുറങ്ങണം. നീ കിടക്കാൻ പോവാ? അല്ലാതെ പിന്നെ ഞാനെന്ത് ചെയ്യാന്? നീ ഒന്നും മിസ് ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. ഡോഡോ പോ. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ കളിച്ചാൽ കൊള്ളൂലല്ലോ. നീ എവിടെയും പോകുന്നില്ല, ഇവിടെ നിൽക്ക്. അമ്മയുടെ പൊന്നെ, അമ്മ വന്നടാ.
കുഞ്ഞ്. ഓ എൻ്റെ കൊച്ചു കരയുന്നു. സത്യം പറ, നീ അല്ലേ അവളെ എണീപ്പിച്ചേ? ഒന്ന് പോയെന്നൊന്ന് എൻ്റെ കയ്യിൽ തരാ പറ. അവൻ തന്നെ എണീറ്റതാ. അവനമ്മയോടെ സ്നേഹം.